മമ്മൂട്ടിയും മോഹൻലാലും ഒരുമിക്കുന്നത് മലയാളിക്ക് വല്ലപ്പോഴും കിട്ടുന്ന സൗഭാഗ്യമാണ്. പണ്ടൊക്കെ അത് ഇടയ്ക്കിടയ്ക്ക് സംഭവിക്കുമായിരുന്നു. എങ്കിൽ ഇപ്പോൾ അങ്ങനെ ഒരു പ്രോജക്ട് ഡിസൈൻ ചെയ്യുക എന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യവുമാണ്. ഏറ്റവും അവസാനം ഒന്നിച്ചത് 2020-ലായിരുന്നു. എന്നാൽ പറയത്തക്ക വലിയ സീനുകളൊന്നും ഒരുമിച്ച് ഉണ്ടായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അതിനു മുമ്പ് ഒന്നിച്ചത് ഹരികൃഷ്ണൻസും. എന്നാൽ ഇപ്പോൾ ജിത്തു ജോസഫ് മോഹൻലാലിനെ നായകനാക്കി അദ്ദേഹത്തിന്റെ അടുത്ത പ്രോജക്റ്റ് എന്നത് നേരത്തെ പുറത്തുവന്ന വാർത്തകളാണ്. എന്നാൽ പുതിയ സൂചനകൾ എന്തെന്നാൽ ഈ ചിത്രത്തിൽ മമ്മൂട്ടിയും ഉണ്ടാകും എന്നതാണ്. ജിത്തു ജോസഫ് ഏവരും അംഗീകരിക്കുന്ന വലിയൊരു സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾക്കും ജനമനസ്സുകളിൽ ഇടമുണ്ട്. മമ്മൂട്ടിയെയും മോഹൻലാലിനെയും നായകന്മാരാക്കി ഒരു ത്രില്ലർ ജിത്തു ജോസഫ് തയ്യാറാക്കുക എന്നാണ് സൂചനകൾ. എന്നാൽ പ്രോജക്റ്റിന്റെ ആലോചനകൾ മാത്രം നടക്കുന്നതിനാൽ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്താറായിട്ടില്ല. ജിത്തു ജോസഫിന് ഏറ്റവും ഇഷ്ടമുള്ള ജോണറാണ് ത്രില്ലർ വിഭാഗം. മെമ്മറീസ്, ദൃശ്യം എന്നീ മാസ്റ്റർ പീസുകൾ ജിത്തു ആ ജോണറിൽ ഒരുക്കിയതാണ്. എന്തായാലും പുതിയ സിനിമയുടെ തിരക്കഥ രചനയിലാണിപ്പോൾ സംവിധായകൻ. മമ്മൂട്ടിയും മോഹൻലാലും അവസാനം ഒന്നിച്ചപ്പോഴും ത്രില്ലറുകളായ സിനിമകളിലായിരുന്നു എത്തിയതും. അതേ പാറ്റേൺ തന്നെയാണ് ഇപ്പോൾ വീണ്ടും പിന്തുടരുന്നത്. അതേസമയം തന്റെ രണ്ടാമത്തെ തമിഴ് ചിത്രത്തിനുള്ള ജോലികളും ജിത്തു ജോസഫ് പൂർത്തിയാക്കി വരികയാണ്. കാർത്തി നായകനാകുന്ന ആ സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത മാസത്തിനുള്ളിൽ ആരംഭിക്കും. കമൽഹാസനെ നായകനാക്കി പാപനാശം ആയിരുന്നു ജിത്തു ജോസഫിന്റെ ആദ്യ തമിഴ് ചിത്രം. എന്തായാലും ഇനി വരാൻ പോകുന്ന മലയാള ചിത്രത്തിലായിരിക്കും മലയാളികളുടെ വമ്പൻ താരങ്ങൾ ജിത്തുവിന്റെ സിനിമയിൽ ഒന്നിക്കാൻ പോകുന്നത്. ഈ വാർത്ത ശരിയാണെങ്കിൽ അത് സംഭവിക്കട്ടെ എന്ന് തന്നെ പ്രേക്ഷകരും പറയുന്നു.